അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം അവർക്ക് പലിശ എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 12 ലക്ഷം രൂപ കടമുണ്ട്. പലിശ എല്ലാം ചേർന്ന് 12 ലക്ഷം രൂപ കടം. ഞാനതെങ്ങനെ അത് വീട്ടുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് വേറെ നിവൃത്തിയില്ല, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ അപ്പോൾ എന്നെ വിളിച്ചത്, എന്ത് ചെയ്തു? ഞാൻ ഇതിനകത്തൊന്നും ചെയ്യാൻ ചിന്തിക്കാവുന്നില്ല, നിങ്ങളുടെ ഭാഗത്ത് അത് മിസ്റ്റേക്കാണ്. നിങ്ങൾ നോർമൽ നിങ്ങളുടെ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറയുക. നിങ്ങൾ പിന്നെയും പിന്നെയും അയാളിൽ നിന്ന് പണ്ട് പറയുന്നതല്ല, ഒരു കള്ളം മറയ്ക്കാൻ നമ്മൾ 1000 കള്ളം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അത് നിങ്ങൾ പറയുക. ചിലപ്പോൾ അയാൾ നിങ്ങളെ കൂടി ഇപ്പോൾ തല്ലുമായിരിക്കും, അല്ല നിങ്ങളെ വഴക്ക് കുറേ പറയുമായിരിക്കും. അയാൾ അധ്വാനിച്ച് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച കാശാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാണ്, നിങ്ങൾ സംരക്ഷിച്ചില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയപ്പോൾ ഒരു മിസ്റ്റേക്ക്. ഞാൻ പിന്നെ മറ്റേ മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ചോദിച്ചില്ല, പക്ഷേ ഒന്നും മറ്റ് റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ലായിരിക്കാം. എനിവേ നിങ്ങളുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ഭർത്താവിനോട് തുറന്ന് പറയുക, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. ചിലപ്പോൾ അയാൾ നിങ്ങളെ തല്ലുവോ നിങ്ങളെ അടിക്കുകയോ ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത്, എനിക്ക് തോന്നുന്നു 3-4 വർഷം കൊണ്ട് ഇവർ തീ തിന്ന് ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് ചില കള്ളങ്ങൾ മറയ്ക്കാൻ പഴയ കാലത്തെ ആൾക്കാർ പറയുന്നത് വളരെ സത്യമാണ്. ഒരു കള്ളം മറയ്ക്കാൻ നമ്മൾ 1000 കള്ളം പറയേണ്ടി വരുമെന്ന്.